മനുഷ്യൻ തന്നെയാണോടാ? മെമ്പറെ ഏത് വാർഡ്? മെമ്പറിന്റെ വാർഡ് തന്നെ. കാര്യം എന്ത്? ഞാൻ SSLC പാസ്സായി. ഓ, എത്ര ശതമാനം? 58% +1 മെമ്പർ സീറ്റ് തരാന്ന് പറഞ്ഞായിരുന്നു. എടാ, 58% സീറ്റ് തൊട്ട് തറ ഷീറ്റ് പോലും വിരിച്ചു തരാൻ പറ്റൂല എനിക്ക്. എനിക്ക് സീറ്റ് തരാന്ന് പറഞ്ഞിട്ടാ മെമ്പർ വീട്ടിൽ വന്ന് വോട്ട് വെച്ചു. എന്തു? മെമ്പറെ, കാര്യം ഞാൻ അറിഞ്ഞു. എന്താ സംഭവിച്ചത്? ഞാൻ പറയാം. അറിയില്ല. ചേട്ടൻ അറിയൂ? അറിഞ്ഞൂടാ മെമ്പറെ. രാത്രി ഒരു 1/2 പ്ലേറ്റ് കഞ്ഞി 2 പ്ലേറ്റ് പയറും കഴിച്ച് പയറ് കണക്കിടുന്ന മനുഷ്യനാ. രാത്രി എന്തോ സിഗരറ്റ് വലിക്കാൻ പുറത്തിറങ്ങിയതാ. രാവിലെ ഞങ്ങൾ നോക്കുമ്പോ ഇങ്ങനെ കിടക്കുക. ഡോക്ടർ എന്താ പറഞ്ഞേ? ഞാൻ പറയാം. ചുമ്മാ 90% +2 ഇല്ല. ഓ, മേലോട്ട് പോയോ? ഞാൻ എന്നാ പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. മെമ്പറെ, ഓ, എന്തേലും ഉണ്ട് എൻ്റെ അടുത്തോട് ചോദിച്ചോ. നിന്റെ തന്തയുടെ പേരെന്താ? ചക്രവർത്തി. കറക്റ്റ്. കിട്ടിയില്ലേ? റൊട്ടേറ്റ് ചെയ്ത് വരാൻ സമയം എടുക്കുമല്ലോ. വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട് ചക്രവർത്തി. ഈ കിടപ്പ് കണ്ടിട്ട് പോലീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. നല്ല രീതിക്ക് നടന്നപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ചക്രവർത്തി. തനിക്ക് കഴപ്പ്, ശുദ്ധ കഴപ്പ്. അതുകൊണ്ടാണല്ലോ ഓസിനി അയച്ച മെമ്പറെന്നും കോഴിക്കള്ളം മെമ്പറെന്നും ഒക്കെ തന്നെ എന്നെ പറ്റി പറഞ്ഞു നടന്നു. പ്രാഗിയിട്ടുണ്ട്, ഒരുപാട് പ്രാഗിയിട്ടുണ്ട്. ഇതെന്റെ പ്രാക്കൊന്നുമില്ല. എന്റെ പ്രാക്ക് ഇതിലൊന്നും നിൽക്കൂല. ഇത് വേറെ ആരുടെയോ പ്രാക്ക. എന്നും ഈ കിടപ്പ് കിടക്കട്ടെ ചക്രവർത്തി. കാണാം. മക്കളെ, 90% 100% പോവും. ഈ വാർഡിന്റെ ഈ ഏരിയയിലൊന്നും CCTV ഇല്ല. ഇത് ആരുടെ വാർഡെന്നൊന്നും അഭിമാനത്തിൽ പറയാമോ? എന്റെ വാർഡ്. പക്ഷെ രമണൻ മുതലാളിയുടെ അവിടെ ഒരു ക്യാമറ ഉണ്ട്. അന്വേഷിക്കുന്നുണ്ട്. എന്തേലും കിട്ടുവാണെങ്കിൽ എനിക്ക് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെന്നാ അച്ഛൻ്റെ അടുത്തേക്കൊന്ന്. ആയിക്കോട്ടെ. ബാ. അച്ഛൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? നാട്ടിൽ നോക്കി ഒരു ചവിട്ട് വെച്ച് കൊടുക്കാൻ തോന്നുന്നു. എനിക്കും. സെക്കൻഡ് ഗിയറിട്ട് എങ്ങോട്ട് പോണ്? തൻ്റെ എഞ്ചിൻ കേടായി. എൻ്റെ ഫാസില, എൻ്റെ ഐഫോൺ. പറഞ്ഞോ. എന്തായാലും ഇളയ മോനായോണ്ട് ഈ വീട് എനിക്കുള്ളതാണ്. അച്ഛൻ എന്നാ എൻ്റെ അച്ഛൻ പുറത്തോട്ട് വന്നു. താഴെ റേഷൻ കട നടത്തുന്ന ഷുക്കൂറിന്റെ മോള് ഫാസിലായിട്ട് എന്തോടാ പരിപാടി? പരിപാടിയൊന്നും ഇല്ലച്ചാ. പിന്നെ നിന്റെ ബൈക്ക് എങ്ങനെയാടാ രാത്രി അവളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്നേ? ബൈക്കല്ലേ അച്ഛാ, ബൈക്കിൽ ഞാൻ ഇല്ലല്ലോ ലോജിക്കലി. അപ്പം ബൈക്ക് തന്നെ ഗിയറിട്ട് അവളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ പോയിരുന്നല്ലേ? പുതിയ ഫീച്ചറാന്ന് തോന്നുച്ചാ. ഓടിയാ ഇവിടെ ഇട്ട് ഞാൻ കത്തിക്കും. നിക്കടാ അവിടെ. ഇതിലല്ലേ നിന്റെ സല്ലാപ കില്ലാപങ്ങളൊക്കെ? ചക്രവർത്തിയുടെ മോനായിട്ട് നീ ഇവിടെ നിൽക്കുന്നോണ്ട് ഞാൻ പറയുന്ന പെണ്ണിനെ നീ കേട്ടു. വെട്ടും ഞാൻ നിന്നെ. 2 കോടി രൂപ ഞാൻ നിന്റെ തലക്കിട്ടേക്കുന്ന സ്ത്രീധനം. 2 കോടിയാ എനിക്കാ? നിന്റെ ഉറി കണ്ടിട്ടല്ല, ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുടുംബ പേര് വെച്ചിട്ട്. ബ്രേക്കപ്പ് ആക്കിക്കോളാം. പൂവിതളല്ലേ ഫാസില.
ഡാഡീസ് മോൻ. ഫോൺ പോയില്ലേ? നീ എന്തിനാടാ ഈ പ്രേമിക്കാനൊക്കെ പോകുന്നത്? ഈ പെണ്ണുണ്ടായോണ്ട്. കൊച്ചോദരി തളർത്തി. നീ അത് വിട്ടേക്കനിയ. കാരണം അച്ഛനതൊന്നും ഇഷ്ടമല്ല. അച്ഛന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. 2 കോടിക്ക് എന്നെ കെട്ടിക്കാൻ വെച്ചേക്കുന്നത് അറിയാവോ? ഓണക്കോടി പോലും കിട്ടാത്ത എനിക്ക് അങ്ങേര് 4 കോടി ഇട്ടേക്കുന്നത്. അപ്പൊ എന്റെ ഫാസിലെ ആര് കെട്ടും? ഫാസിലെ വേറെ ആണുങ്ങൾ കെട്ടിക്കോളും. എടാ നീ വല്ല അവളെ കെട്ടിയോണ്ടല്ലേ അങ്ങേര് നിന്നെ വെട്ടി നുറുക്കി റോട്ടിയിടും. പിന്നെ നിന്റെ അശോകനെ അടക്കിയിരിക്കുന്ന 2 കണ്ടില്ലേ? അതുപോലെ പറവളെ കൊത്തിക്കൊണ്ടു. അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യൂ? കൊച്ചച്ഛൻ എങ്ങനെയാ മരിച്ചേ? കിണറ്റി വീണതല്ലേ? ഇങ്ങനെ തള്ളിയിട്ടേണ്. ചുമ്മാ കിണറ്റി വീഴാൻ തവളയാണോടാ അത്? അല്ല, അച്ഛനല്ലേ ആദ്യം ബോഡി കണ്ടിട്ട് പോലീസിനെ വിളിച്ചത്? തള്ളിയിട്ടത് അച്ഛൻ, എത്തി നോക്കിയപ്പോ കണ്ടതും അച്ഛൻ. അത് ആരുടെ അച്ഛൻ? നമ്മുടെ അച്ഛൻ. ആ അതുകൊണ്ട് നീ അത് കളമോനെ. എന്നിട്ട് എന്നെ പോലെ ഇങ്ങനെ ഡാഡി മോനായിട്ട് അങ്ങ് നിന്നാ മതി. മനസ്സിലായ? ചേട്ടനെ സമ്മതിക്കണം. അരുൺ ചക്രവർത്തി ഒന്ന് ഇവിടം വരെ വരുമോ? ഡാഡി സോം. ഞാൻ നിന്നെ അരി പൊടിപ്പിക്കാനാ ആട്ടാനാ പറഞ്ഞു വിട്ടത്? പൊടിപ്പിക്കാനൊരു ആട്ടാനായിരുന്നു. പൊടിപ്പിക്കാനല്ലേ? ആട്ടാനല്ലേ? ആ എന്നാ പിന്നെ ആട്ടാനായിരിക്കും. അല്ലേ? അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കത്തോളൂ. പിന്നെന്തിനാ പൊടിപ്പിച്ചോണ്ട് വന്നേ? പൊടിപ്പിച്ചാണോ കൊണ്ടുവന്ന്? ഇല്ലെങ്കിൽ എന്നെ ആട്ടിയും കാണിച്ച് പിന്നെ അങ്ങനെ കുടുക്കി എന്നെ ആട്ടി കാണിച്ച്. ഞാൻ പറഞ്ഞത് അച്ഛൻ ആട്ടാനാന്ന്. പൊടിപ്പിക്കാനായിരുന്നു. ഇനി തെറ്റരുത്. ഇനി തെറ്റൂല. ഇനി തെറ്റുന്ന എങ്ങനെ? എനിക്കൊന്ന് മില്ലിന്ന് കവർ എന്തോ മാറിപ്പോയച്ചാ. പക്ഷെ അങ്ങനെ എന്തോ എന്നെ ആട്ടി കാണിച്ചത്. പൊടി പച്ചയ്ക്കും ടേസ്റ്റ് ഉണ്ട്. ഡാഡീസ് ബോയ്. ഡാഡീസ് മോൻ. ഇച്ചിരി കടലക്കറി വായിലൊഴിച്ചാൽ പുട്ടായിട്ട് കൂട്ടാം. എന്തൊക്കെ ദ്രോഹോടെ താൻ ഞങ്ങളോടും നാട്ടുകാരോടും ചെയ്തത്. അതിൻ്റെയൊക്കെ ഈ കിട്ടിയത്. ഡോക്ടർ പറഞ്ഞത് 10% ചാൻസേ ഉള്ളൂ താൻ എണീക്കാനും സംസാരിക്കാനും. 10% ഉണ്ടാ? ഉണ്ടേലും നമ്മൾ തല്ലിക്കൊല്ലൂലടാ. എന്തൊക്കെ ദ്രോഹാടോ താൻ ഞങ്ങളോട് ചെയ്തത്. ഇത്ര നാൾ ഞങ്ങൾക്കിട്ടുണ്ടാക്കിയല്ലേ. ഇനി താനുണ്ടാക്കി വെച്ച സ്വത്ത് ഞങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കട്ടെ. പിന്നെ ഇവൻ ഫാസിലെ തന്നെ പ്രേമിക്കും. ഞാൻ ഇന്ന് രാത്രി അവളുടെ വീട്ടിൽ പോകും. ചുമ്മാ അടിയടിച്ചു വരരുത്. പോട്ടേടോ കൊഞ്ഞണം കുത്തി. ബാഡ് പേരന്റിങ്. ഇംഗ്ലീഷ് ചീത്ത വിളിക്കട അയാൾക്ക് മനസ്സിലാവൂല. ചേട്ടന് മനസ്സിലായില്ലല്ലേ? ഇല്ല. നമ്മളെ കൊഞ്ഞണം കുത്തു വന്നു. മക്കളെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ പറ? നിങ്ങളുടെ അച്ഛനെ ഉപദ്രവിച്ച് ഒരു മനുഷ്യനല്ലെന്നാ തോന്നുന്നേ. പിന്നെ ഇത് രമണ മുതലാളിയുടെ CCTV കിട്ടിയതാ. ഒറ്റ പോക്കായിരുന്നു. പിന്നെ പോസ് ചെയ്തൊക്കെയാ കിട്ടിയത്. അപ്പൊ ഇത് മനുഷ്യനല്ല. മനുഷ്യനല്ലേ അച്ഛനിട്ട് പണി കൊടുക്കും. പുറത്തുനിന്ന് ഏലിയൻസ് പണിയെടുക്കാൻ തുടങ്ങിയ കയ്യിൽ വെച്ച് കിട്ടണ്ടാണ്. അത് പാപ്ലാശിയാ. അപ്പൂപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്തോന്ന്? ചുമല പട്ട് ചേല ചുറ്റി രാത്രികാലങ്ങളിൽ സഞ്ചരിച്ച് നടന്ന ആളുകളെ അപായപ്പെടുത്തുന്ന പാപ്ലാശി. അപ്പം അച്ഛനെ എന്തിനാ വിളിച്ച്? നിന്റെ അച്ഛനെ പോലൊരു ദുഷ്ടം വേറെ ഉണ്ടാ? തന്തയില്ലാത്തവൻ. അത് അപ്പൂപ്പനല്ലേ? കഴിവറ മോൻ. അതും അപ്പൂപ്പൻ തന്നെ. പാപ്ലാശിയോട് കളിക്കാൻ നിൽക്കണ്ട. ഇതായിരിക്കും ഗതി. വല്യച്ഛ വായും കഴിവൂല. അപ്പൂപ്പൻ പറഞ്ഞതൊക്കെ ഉള്ളയാണ്. എനിക്ക് അച്ഛനെ ആര് പിടിച്ച? പാപ്പാജിയാ ചാച്ചാജിയാ? പാപ്ലാശി. പാപ്ലാശി. ആ മാമ അച്ഛനെ പാപ്ലാശി പിടിച്ചു. പാപ്ലാശി. ഈ ചെറുക്ക എല്ലാരും വിളിച്ച് അറിയിക്കുന്നല്ലേ. ഇനി ശരിക്കും പാപ്ലാശി പിടിച്ചാണ്. ഏത് കോക്കാച്ചിയാലും പിടിച്ചല്ലേ മെമ്പറെ. ഓ, ഈ സ്വത്ത് വീതം വെക്കണമെങ്കിൽ നമ്മുടെ അച്ഛൻ മരിക്കണോ അതോ കൊല്ലണോ? അല്ല, പുള്ളിയുടെ കാലശേഷം നമുക്ക് ആ സ്വത്ത് കിട്ടുള്ളൂ. ഈ തള്ളവരല് മഷി മുക്കി അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ കിട്ടുമോ? അപ്പൊ മക്കൾക്കും തന്തയുടെ അത്ര കൂറൊന്നും ഇല്ല.
വെറുതെ അഭിനയിച്ച്. എല്ലാരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനടാ സന്തോഷം. ഈ ബ്ലാക്ക് ഷീപ്പ് അന്വേഷിക്കാൻ? എടാ പാപ്ലാശി. ചക്രവർത്തി മാമ. നോ, മെമ്പർ സുധാകർ മാമ, 19-ാം വാർഡ്. കഷ്ടം. എടോ എന്റെ അച്ഛനാടോ? ചക്രവർത്തി മാമയുടെ വീടല്ലേ ഇത്? അതെ, അകത്തുണ്ട്. ഒന്ന് കാണാൻ പറ്റുമോ? കാണാം, പക്ഷെ സംസാരിക്കത്തില്ല. ചാവാൻ കിടക്കുക. അതെ, ഇന്നലെ ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നേ. അറിയാം. എങ്ങനെ അറിയാം? അറിയാം. അറിയാം. എങ്ങനെ ബ്രോ? അവിടെ അല്ലേ വാതില്? വഴി അത് വഴി ഉള്ള വഴി പൊയ്ക്കോളാം. പോണ്. തവളയുടെ കുഞ്ഞാ? ചക്രവർത്തി മാമ. എங்கയോ കാത്തിരിക്കുന്നു തോന്നുന്ന ഇന്നും എന്നെ തെറിയല്ലേ? മനുഷ്യൻ തന്നെയാണോടാ? മരിച്ചു വരുന്നോടാ. വയ്യാത്തയാണ്, കൂടുതലിട്ട് കറക്കരുത്. നീ ആ അപ്പുറത്തെ വാർഡിലെ ദിനേശന്റെ മോനല്ലടാ? ആണെങ്കിൽ നിനക്ക് രാത്രി എന്താ എന്റെ വാർഡില് കാര്യം? നടന്നു പോവായിരുന്നു. ഞങ്ങളുടെ വാടി നൈറ്റ് വാക്കിനൊരു രസമില്ല. ഓ, ഗണേശിന്റെ മോളുമായിട്ട് രാത്രി മറ്റേ പരിപാടി അല്ലടാ? അനാവശ്യം പറയരുത്. ഞാൻ മാമ്പഴം പറയാൻ കയറിയത് സീസണായി. നീ പറിക്കും കൊറേ. എനിക്ക് അന്നേ അറിയാറുന്നടാ അവള് പോക്ക് കേസാന്ന്. എന്റെ പെണ്ണിനെ പറ്റി പോക്കൃത്തരം പറയരുത്. താടിക്ക് തീട്ടാളി. നിനക്ക് രാത്രി കുട്ടനിക്കറി ഇട്ടോണ്ട് വന്ന് പോക്കൃത്തരം കാണിക്കാം. ഇല്ലടാ നാട്ടുകാരെ, ഓടി തെളിവോടാ. മാമ, ചക്രവർത്തി മാമ, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും മാമ. ഞാൻ മര്യാദയ്ക്ക് എൻ്റെ പരിപാടി കഴിഞ്ഞ് പോത്തില്ലായിരുന്നു. മാമൻ എന്തിനാ എൻ്റെ പരിപാടിക്ക് തടസ്സം ഉണ്ടാക്കാൻ വന്നത്? അല്ലെങ്കിലും ചില കഴപ്പണം കെട്ട കളവന്മാർക്കുള്ളതാ പിള്ളേരെ കാണുമ്പോൾ മാസാണിപ്പ്. എന്തായാലും മാമൻ്റെ മോശ സമയവും എൻ്റെ നല്ല സമയവും കാരണം മാമൻ ഈ അവസ്ഥയിലായി. നാട്ടിൽ അന്വേഷിച്ചു. മാമനെ പറ്റി നല്ല അഭിപ്രായമാണ്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? കണ്ടുകൊണ്ടാണല്ലോ. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ഒറ്റ രാത്രിയിലെ പരിചയം ബ്രോ. അപ്പോഴേക്കും ഇങ്ങനെ ആയി. കേസൊന്നും കൊടുത്തില്ലേ ബ്രോ? ഇല്ല, അച്ഛനെ ഏതോ അജ്ഞാത ശക്തി അപായപ്പെടുത്തിയതാ. പാപ്ലാശി. പാപ്ലാശിയാ? CCTV നോക്കിയപ്പോ ചുമന്ന പട്ടിന്റെ ചേല ചുറ്റി പാപ്ലാശി തെരുവ് നീളെ അലഞ്ഞു നടക്കും. അതിന്റെ ഇടയിൽ അച്ഛൻ പെട്ടതാ എന്നാ പൂപ്പൻ പറഞ്ഞു. എന്റെ ചുമല കയ്യില്. എന്താ ബ്രോ? പാപ്ലാശിയാണെങ്കിൽ കേസ് കൊടുക്കരുത് ബ്രോ. വല്ല കോപശാപമൊക്കെ കിട്ടും. അതുകൊണ്ട് അച്ഛൻ മരിച്ചോട്ടെ, അല്ല കിടന്നോട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് അവന്റെ അമ്മയുടെ പാപ്ലാശി ചക്രവർത്തിയെ കിടത്താൻ ഒരുത്തന് പോയിട്ടില്ലടോ. ചക്രവർത്തി തിരിച്ചു വന്നടാ. പട്ടികളെ കൊന്നവനും കൊല്ലാൻ നോക്കിയവനും കൂടെ ഒരു പഞ്ചായത്ത് പട്ടിയും. തിരിഞ്ഞു നോക്കടാ പേടിത്തൂറികളെ. ചക്രവർത്തി എന്ന് ഒറ്റയ്ക്കാടാ എല്ലാം ചെയ്തിട്ടുള്ളത്. തിരിഞ്ഞു നോക്കാൻ പേടിയാണോടാ പഞ്ഞന്മാരെ? വാടാ, നിന്നെ പേടിച്ചു പോയോടാ. നിന്നെ ഞാൻ എടുത്തോളാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാടാ. ചേട്ടാ, ചേട്ടാ, മെമ്പറെ, എല്ലാരും ഓടി വാ. ആ പേരെടുത്ത് ചേട്ടന് വാ, ഓടി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരാനോ പറഞ്ഞേ? എന്താ അങ്ങനെ വല്ല കാണിച്ചു വെച്ചാ?
എന്താടാ അതങ്ങനെ അച്ഛൻ മരിച്ച് ഞാൻ മരിച്ച മെമ്പറെ മരിച്ചെന്നെ അച്ഛൻ. അപ്പൊ സ്വത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ? എന്റെ സ്വത്താ. ഞാൻ പറഞ്ഞല്ലോ അപ്പൂപ്പൻ്റെ എല്ലാം എഴുതി വാങ്ങും. അത് നടക്കൂല. ബ്രോ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യരുത്. പാപ്ലാശി ശബ്ദിച്ചു. എടാ പോസ്റ്റ്മോർട്ടം ചെയ്യണ ഇവനാണ് എന്നെ കൊല്ലത്. ഞാൻ പ്രേതമായ കണ്ണുകൂടല്ലേ? മൂടരുത്, ചിലപ്പോ ജീവൻ വരും. ഈ മുന്തിരി കണ്ണ് തുറക്കല്ലേ ഭഗവാനെ. എടാ നീ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചായ കുടിക്കാൻ പോവേ. ഞാൻ കൂടെ വന്നാ മതിയോ? ഇത്രയും ഗതികെട്ടൊരു പ്രേതം. പാപ്ലാശി. എടാ ഇത് ദിനേശിന്റെ മോൻ, ഇവരാണ് എന്റെ ഇപ്പോഴും എന്റെ വാടി തന്നെയാണ് പരിശുദ്ധ പ്രണയമേ. അങ്ങനെ ദിനേശിന്റെ മോൻ ആ നാട്ടിലെ പാപ്ലാശിയായി.